ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഇക്വാബെ ട്യൂണ കട്ട്ലറ്റാണ്. ഇതൊരു കട്ട്ലറ്റിൻ്റെ ഈസി റെസിപ്പിയാണ്. അതിന് വേണ്ടത് 2 സവാള കൊത്തി അരിഞ്ഞത്, ഓംലെറ്റിനൊക്കെ അരിയുന്ന പോലെ അരിഞ്ഞത്, പിന്നെ പച്ചമുളക് ഒരു 3 മസാല വേണ്ടത് ഉപ്പ്, ഗരം മസാല, ചിക്കൻ മസാല, അതുപോലെ മുളക് പൊടി, റസ്ക് പൊടിച്ചത്, 2 മുട്ട അടിച്ചത്, ഇത് പുഴുങ്ങിയ ഉരുളക്കിഴങ്ങാണ്. അതുപോലെ തന്നെ ലൈറ്റ് മീറ്റ് ട്യൂണ ഫ്ലേക്സ് ആണ് എടുത്തിരിക്കുന്നത്. അപ്പം പുഴുങ്ങിയ ഉരുളക്കിഴങ്ങ് നമുക്ക് നന്നായിട്ട് ഉടച്ചിട്ട് നമുക്ക് ബാക്കി പണികളിലേക്ക് കിടക്കാം. ആദ്യം ഇത് നന്നായിട്ട് ഉടയട്ടെ. നന്നായി ഉടയെന്ന് പറയാൻ നന്നായിട്ട് ഉടയ്ക്കണേ. അപ്പോൾ അതിനനുസരിച്ച് ഉരുളക്കിഴങ്ങ് വേവിക്കാൻ ശരിക്കും പറയാൻ നല്ല സമയമെടുക്കും. അത് ഇച്ചിരി നേരത്തെ എടുത്തിട്ട് നിങ്ങൾക്ക് ഈ സവാളയും പച്ചമുളകും ബാക്കിയൊക്കെ അരിയാൻ പോയി കഴിഞ്ഞാൽ അതായിരിക്കും എളുപ്പം. അതാകുമ്പോൾ പെട്ടെന്ന് നമുക്ക് കാര്യങ്ങൾ സെറ്റ് ചെയ്യാം. രണ്ടും ഒരേ സമയത്ത് 2 പണികൾ തീരും. അപ്പോൾ നമുക്കിതൊന്ന് ഉടച്ചിട്ട് നമുക്ക് ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ച് പതുക്കെ ആദ്യം അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് കുക്ക് ചെയ്യാം. മുട്ട ശരിക്കും പറഞ്ഞാൽ 2 മുട്ട വാങ്ങിച്ചുകൊണ്ട് വന്ന് പൊട്ടിപ്പോയി, അതുകൊണ്ടാണ് 2 മുട്ട എടുത്തത്. ഇല്ലെങ്കിൽ 1 മുട്ടയുടെ ആവശ്യമേ ഉള്ളൂ. റസ്ക് ഒരു 5-6 റസ്ക് ഉണ്ട്, അത് മിക്സിയിലിട്ട് അടിച്ചതാണ്. ആദ്യം നമുക്ക് പാൻ ചൂടാക്കി അതിലേക്ക് എണ്ണ ഒഴിക്കാം. എണ്ണ ഒഴിച്ചിട്ട് എണ്ണയൊന്ന് ചൂടായി കഴിഞ്ഞിട്ട് നമുക്കതിലേക്കുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്ത് കൊടുക്കാം. ഞാൻ നേരത്തെ വൃത്തിയുടെ കാര്യം പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് പ്രത്യേകിച്ച് പാത്രത്തിൻ്റെ വൃത്തിയോ സ്റ്റൗവിൻ്റെ വൃത്തിയെക്കുറിച്ചോ കമൻറ്റുകൾ ഞാൻ ക്ഷണിക്കുന്നില്ല. നിങ്ങൾ ഇൻഗ്രീഡിയൻ്റ് എത്ര പെട്ടെന്നൊരു ഈസി ആയിട്ടൊരു ട്യൂണ കട്ട്ലറ്റ്, അല്ലെങ്കിൽ നിങ്ങളുടെ എന്താണോ മീറ്റ് ആണെങ്കിൽ മീറ്റ്, ചിക്കൻ ആണെങ്കിൽ ചിക്കൻ, ഫിഷ് ആണെങ്കിൽ ഫിഷ്, എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ളതിന് പ്രിപ്പറേഷൻ. അപ്പോൾ എണ്ണ ചൂടായിട്ട് നമുക്കതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം. സവാള ഞാൻ പറഞ്ഞല്ലോ, ഓംലെറ്റിന് അരിയുന്ന പോലെ കൊത്തി അരിഞ്ഞ സവാളയാണ്. എന്നാലേ അത് നമുക്ക് കട്ട്ലറ്റ് ഷേപ്പ് ചെയ്യുമ്പോൾ നല്ല വൃത്തിക്ക് ഒതുങ്ങിയിരിക്കുകയുള്ളൂ. അപ്പം അതിൻ്റെ കൂടെ തന്നെ നമുക്ക് മുളക് പൊടി ഇട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് ഇളക്കി അത് നന്നായിട്ടൊന്ന് വഴണ്ട് കഴിഞ്ഞിട്ട് നമുക്ക് മസാല ആഡ് ചെയ്ത് കൊടുക്കാം. ഈ അടുക്കളയിൽ നിന്ന് കുക്ക് ചെയ്യുക എന്ന് പറയാണല്ലോ, പ്രത്യേകിച്ച് ചൂട് സമയം കൊണ്ടാണെങ്കിൽ നല്ല സുഖമാണ്. നമ്മളിങ്ങനെ വേർത്ത് പുഴുങ്ങി നല്ല സെറ്റാവും. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം, അതൊന്ന് പെട്ടെന്ന് വഴണ്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. എടുത്തുകൊണ്ട് വന്ന വഴിക്ക് കുറേ ഉപ്പ് വെളിയിൽ പോയി. സാരമില്ല, ഉപ്പല്ലേ. അപ്പോൾ നന്നായിട്ട് വഴറ്റി കൊടുക്കുക. നന്നായിട്ട് ഇളക്കി നന്നായിട്ട് വഴലട്ടെ. നന്നായിട്ട് വഴണ്ട് കഴിഞ്ഞാൽ നമുക്കിത് ശരിക്കും പറയാം നന്നായിട്ട് മുറുക്കിയെടുക്കണം മസാല. അതിന് വേണ്ടിയിട്ടാണ് നന്നായിട്ട് വഴലണം എന്ന് പറയുന്നത്. ഏകദേശം വഴണ്ട് വരുന്നുണ്ട്. ഇതിൻ്റെ കണക്ക് ഈ പറയുന്നത് ഗോൾഡൻ ബ്രൗൺ കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ നമുക്കെന്ന് പറഞ്ഞാൽ ഈ ഗോൾഡൻ ബ്രൗണൊക്കെ ആവണമെങ്കിൽ നല്ല ക്ഷമ വേണം. അപ്പോൾ ഒരു ലൈറ്റ് ബ്രൗണൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് മസാലയൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. ഗോൾഡൻ ബ്രൗൺ ഒന്നും വെയിറ്റ് ചെയ്യേണ്ട. കാരണം പെട്ടെന്ന് എങ്ങനെ ഒരു കട്ട്ലറ്റ് ഉണ്ടാക്കാമെന്നുള്ളതിനെ പറ്റിയല്ലേ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ഇൻഗ്രീഡിയൻസ് ഒക്കെ വളരെ കുറവാണ് കേട്ടോ. ഇവിടെ ഇപ്പോൾ ട്യൂണ ഇരുന്നത് കൊണ്ട് നമ്മൾ ട്യൂണ എടുത്തു എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ ആഡംബരം കൂടിപ്പോയെന്ന് നിങ്ങൾ ചിന്തിക്കരുത്. ഇപ്പോൾ ഇതിലേക്ക് നമുക്ക് നമ്മുടെ മസാല ആഡ് ചെയ്ത് കൊടുക്കാം. മസാല എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞു. ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല, ഇത്രയേ ഉള്ളൂ. അധികം മസാല ഇട്ടിട്ടില്ല. ഒരു പൊട്ടിക്ക് ചിക്കൻ മസാലയും കൂടി ഇട്ടിട്ടുണ്ട്. ഒരു നുള്ളി ഇട്ടിട്ടുള്ളൂ കേട്ടോ, ജസ്റ്റ് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. ഗരം മസാല വീട്ടിൽ പൊടിച്ച ഗരം മസാലയാണേ. അത് നമുക്ക് വാങ്ങിക്കുന്ന ഗരം മസാലയാണെങ്കിലും മതി. പക്ഷേ അതിൻ്റെ ഫ്ലേവർ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന അനുസരിച്ചിട്ടുള്ള ഇതിലേ ഇടാവുള്ളൂ. ഇതിനകത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റായിരുന്നു. പക്ഷേ ഇവിടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ലോക്ക്ഡൗൺ ആയതുകൊണ്ട് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ തീർന്നിരിക്കുക. ഇപ്പോൾ കിട്ടാനില്ല, സാധനം വളരെ കുറവാണ് സാധനങ്ങൾ കിട്ടാനുള്ളത്. അപ്പം നമുക്ക് സവാളയൊക്കെ കിട്ടിയതുകൊണ്ട് സവാള വെച്ച് ആർഭാടമാക്കാം. അപ്പോൾ ഇതിലേക്ക് ട്യൂണ ഫ്ലേക്സ് ആണ്, ചങ്ക് ട്യൂണയല്ല, ഫ്ലേക്സ് ഇടുക. ശരിക്കും പറഞ്ഞാൽ വെള്ളം വേണ്ട, പക്ഷേ ട്യൂണ കളയാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമുക്ക് ആ പാത്രം വെച്ചിട്ട് കഴുകി ലൈറ്റായിട്ട് ഇച്ചിരി വെള്ളം കൂടെ ഒഴിച്ച് പിന്നെ നമുക്ക് മുറുക്കിയെടുക്കാം. അപ്പോൾ നന്നായി ഇളക്കി ഇവനെ ഒന്ന് ടൈറ്റാക്കി എടുക്കണം. ടൈറ്റാക്കി എടുത്താലേ നമുക്ക് നന്നായിട്ട് കുഴച്ച് ഇവനെ ഉരുട്ടി കട്ട്ലേറ്റിൻ്റെ ആ ഒരു ഷേപ്പിലേക്ക് എടുക്കാൻ പറ്റുള്ളൂ. നിങ്ങൾ ഈ ഇളക്കിൻ്റെ ആവേശം മൂത്തിട്ട് ഭയങ്കര ഫാസ്റ്റായിട്ട് ഇളക്കുമ്പോൾ ഇത് സാധനം വെളിയിൽ ചാടിപ്പോകാതെ സൂക്ഷിക്കും. കാരണം വെളിയിൽ ചാടിപ്പോയി കഴിയുമ്പോൾ നമുക്ക് നല്ല വിഷമമായിരിക്കും. അപ്പോൾ ഞങ്ങൾ ആ പാത്രം, ആ ക്യാൻ കഴുകി അങ്ങ് ഒഴിച്ചിട്ടുണ്ട്. നല്ല വിലയാണേ, അതുകൊണ്ട് ഒന്നും വേസ്റ്റാക്കാൻ പറ്റില്ല. ഒരു ചെറിയ കഷ്ണം പോലും വളരെ വിലപ്പെട്ടതാണ്. ഇതിലേക്ക് നമുക്ക് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം, ഒരു ഫ്ലേവറിന്, കുറച്ച് എരിവ്. അപ്പം കുറച്ച് കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കാം. നന്നായി ഇളക്കി കുരുമുളകെല്ലാം എല്ലായിടത്തും പിടിക്കുന്ന പോലെ നന്നായിട്ട് ഇളക്കി ഒന്ന് ടൈറ്റാക്കി എടുക്കാം. ആ വെള്ളം ഒഴിച്ചതെല്ലാം ഒന്ന് ടൈറ്റ് ആവട്ടെ. ഉപ്പുണ്ട്, ഓക്കെ, കറക്റ്റാണ്.
ഇപ്പം ഏകദേശം ഇവൻ ടൈറ്റായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് എന്ത് ചെയ്യണം? ഇതിനകത്ത് നമുക്ക് ഉടച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ്, 2 സാമാന്യം വലിപ്പമുള്ള ഉരുളക്കിഴങ്ങ് വേവിച്ച് ഉടച്ച് വെച്ചിരിക്കുന്നത്, അത് ഇതിനകത്തോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കാം. ഇതൂടെ ചേർത്ത് കഴിഞ്ഞിട്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്നുകൂടെ ഒന്ന് മുറുക്കണം. ഇത് ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ ആദ്യത്തെ പരീക്ഷണമാണ് കേട്ടോ. അതുകൊണ്ട് പ്രൊഫഷണൽ കട്ട്ലറ്റ് ഉണ്ടാക്കുന്നവരൊക്കെ ക്ഷമിക്കുക. ഇതിപ്പം നമുക്ക് എങ്ങനെ ലോക്ക്ഡൗണിലൊക്കെ ചുമ്മാ കുത്തിയിരിക്കുമ്പോൾ വൈകുന്നേരം ഈവനിങ് സ്നാക്സിനൊക്കെ എങ്ങനെ ഒരു പലഹാരം ഉണ്ടാക്കാം എന്നുള്ളതിനെപ്പറ്റി ഉള്ളൊരു ചെറിയ വീഡിയോ, അത്രയേ ഉള്ളൂ. അല്ലാതെ ഇതൊരു കുക്കറി ക്ലാസ്സായിട്ടൊന്നും നിങ്ങൾ കൺസിഡർ ചെയ്യരുത്. അപ്പോൾ നന്നായി ഇളക്കി ഇവനെ ഉരുളക്കിഴങ്ങൊക്കെ നന്നായിട്ട് ഉടയണം. നന്നായി ഉടഞ്ഞ് ആ മസാല നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്നതിനകത്ത് നന്നായിട്ട് ചേരണം. ഇപ്പോൾ ഇത്രയും മതി. നമുക്ക് മാറ്റി വെച്ചിട്ട് ഉടയ്ക്കാം. നന്നായിട്ട് ഉടഞ്ഞിട്ടുണ്ട്. നമുക്കൊരു പ്ലേറ്റിലേക്ക് ഇത് മാറ്റാം. എന്നിട്ട് നമുക്ക് ഉരുട്ടി കട്ട്ലേറ്റിൻ്റെ ഷേപ്പ് എന്ന് പറഞ്ഞാൽ അളന്ന് കുറിച്ച് ഷേപ്പൊന്നും അല്ല കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, പ്രൊഫഷണൽ ഒന്നും അല്ലല്ലോ, നമുക്ക് കഴിക്കാൻ വേണ്ടി ഉണ്ടാക്കുമല്ലേ. അപ്പോൾ ഇച്ചിരി ഷേപ്പ് പ്രശ്നമൊക്കെ ഉണ്ടാവും. അപ്പോൾ ഞങ്ങളിതൊന്ന് ഉരുട്ടി ഷേപ്പാക്കി എടുക്കുകയാണ്. അതിൻ്റെ ഉരുളയുടെ കണക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മുറുക്കം കിട്ടുന്നതനുസരിച്ച് നിങ്ങളുടെ ഒരു കാൽക്കുലേഷൻ അനുസരിച്ച് അങ്ങ് ഉരുട്ടിയാൽ മതി. ഇത്രയേ ഉള്ളൂ സംഭവം. ഒന്ന് കയ്യിലിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് റോൾ ചെയ്യുക, ഒന്ന് പരത്തി കൊടുക്കുക. അപ്പോൾ ഇതെല്ലാം ഞങ്ങളൊന്ന് സെറ്റ് ചെയ്തിട്ട് ഞങ്ങളിപ്പോൾ വരാം. നന്നായിട്ട് ടൈറ്റ് ആവുകയാണെങ്കിൽ അത്രയും നല്ലതാണ് കേട്ടോ, കട്ട്ലേറ്റ് പൊടിയാതിരിക്കും നമ്മൾ വറക്കുമ്പോൾ. ഇപ്പോൾ ഇതിനകത്ത് ഇച്ചിരി വെള്ളം കൂടിയതുകൊണ്ട് ഇച്ചിരി മുറുക്കം കുറവാണ്. നിങ്ങൾക്കത് നമുക്ക് ആ ഷേപ്പിൽ നമുക്ക് ഉരുട്ടിയെടുക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. ആ ചെറിയ വിള്ളലൊക്കെ വരുന്ന ഇച്ചിരി വെള്ളം, ലൈറ്റായിട്ട് ഇച്ചിരി വെള്ളം കൂടിപ്പോയതുകൊണ്ടാണ്. അപ്പോൾ നമ്മുടെ ഉരുട്ടൽ കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് അത് മുട്ട അടിച്ചതിനകത്തിട്ട് മുക്കിയിട്ട് റസ്ക് പൊടിച്ചതും ശരിക്കും പറഞ്ഞാൽ പൊടി ഭയങ്കര ലൂസായിപ്പോയി. റസ്ക് പൊടിച്ചതിനകത്തോട്ടിട്ട് മുക്കി എടുത്ത് മാറ്റി വെക്കാം. എന്നിട്ടൊരു കുറച്ച് കഴിഞ്ഞിട്ട് നമുക്കിവനെ എണ്ണയിലിട്ട് എണ്ണ ചൂടാക്കി വറുത്തെടുക്കാം. എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇങ്ങനെയൊക്കെയല്ലേ ഓരോ കാര്യങ്ങൾ പഠിക്കുന്നത്. നമ്മൾ ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ്. എക്സ്പീരിയൻസസ് മേക്സ് എ മാൻ പെർഫെക്റ്റ് എന്നല്ലേ പറയുന്നത്. അപ്പോൾ 2-3 തവണ നമ്മൾ ഇതൊക്കെ പഠിക്കുമ്പോഴത്തേക്ക് നമുക്ക് ഇതിൻ്റെ കണക്കും കറക്റ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് നന്നായിട്ട് പിടികിട്ടും, എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ. മുട്ട അടിച്ചെടുക്കുമ്പോൾ നമുക്ക് ഇച്ചിരി കൂടെ പരന്ന പ്ലേറ്റിൽ എടുക്കുവാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ എളുപ്പമായിരിക്കും എന്നാണ് എനിക്ക് തോന്നിയത് ഈ ഒരു എക്സ്പീരിയൻസിൽ നിന്ന്. അപ്പം എല്ലാം റെഡിയാണ്. നമുക്കിനി ഫ്രൈങ് പാൻ വെക്കാം. എന്നിട്ട് നമുക്ക് കട്ട്ലേറ്റ് ഉണ്ടാക്കി നോക്കാം. അപ്പം പാൻ വെച്ചിട്ടുണ്ട്. ഇത് സാധാരണ ഞങ്ങൾ ബുൾസൈ അടിക്കുന്ന പാനാണ്. ഇതേ ഉള്ളൂ ഇച്ചിരി പരന്ന ടൈപ്പ് പാൻ ഇവിടെ ഇരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. നമുക്ക് എണ്ണയ്ക്ക് പകരം ബട്ടർ ഇട്ട് ഉണ്ടാക്കാം. കാരണം ബട്ടർ ഇവിടുത്തെ ഫ്രിഡ്ജ് കേടായിപ്പോയി. അതുകൊണ്ട് ബട്ടർ വെറുതെ അഴുക്കായി പോകുന്നത്. അപ്പോൾ നമുക്കത് എങ്ങനെയും ഉപയോഗിക്കണം. അപ്പോൾ നമ്മൾ ബട്ടറിലാണ് ഇന്ന് കട്ട്ലേറ്റ് ഉണ്ടാക്കാൻ പോകുന്നത്. നല്ല ടേസ്റ്റ് ആയിരിക്കും. ബട്ടർ ചേർത്ത് എന്ത് സാധനം ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റാണ്. അപ്പം ബട്ടർ ഇട്ട് നമുക്കൊരു പിടി പിടിച്ച് നോക്കാം. അപ്പം ബട്ടർ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന മുട്ടയിൽ മുക്കി റസ്ക് പൊടിയിലൊക്കെ കവർ ചെയ്ത് വെച്ചിരിക്കുന്ന കട്ട്ലേറ്റ് പാറ്റി എടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഓക്കെ. അപ്പോൾ ഇതിലേക്ക് നമ്മൾ കട്ട്ലറ്റിൻ്റെ പാറ്റി ഇടുകയാണ്. ഒരു 3 എണ്ണമൊക്കെ ഒരുമിച്ച് എടുക്കാം കേട്ടോ, അതേ പറ്റുള്ളൂ. ഈ ഒരു പ്ലേറ്റിൻ്റെ സൈസ് വെച്ചിട്ട് 3 എണ്ണമൊക്കെ പറ്റുള്ളൂ. പിന്നെ ഇത് നമ്മൾ ഓൾറെഡി ഇതിൻ്റെ സാധനങ്ങളെല്ലാം നന്നായിട്ട് കുക്കായിട്ടുള്ളതായതുകൊണ്ട് വെളിയിലത്തെ അതൊന്ന് കറക്റ്റായിട്ടൊന്ന് മൊരിയാനും വേണ്ടിയിട്ടുള്ള അത്രയും സമയം മാത്രം നമ്മൾ ഈ ബട്ടറിൽ അല്ലെങ്കിൽ എണ്ണയിൽ ഇട്ടാൽ മതി. അതിൽ കൂടുതലായാൽ ചിലപ്പം കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. 1-2 ഞങ്ങളുടെ പാളിപ്പോയി. നിങ്ങൾക്ക് ആ ഫൈനൽ പ്ലേറ്റിൽ സെർവ് ചെയ്ത് വെച്ചിരിക്കുന്നത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇതിനെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. കണ്ടോ, അത്യാവശ്യം മുറുക്കമൊക്കെ ഉണ്ട്, പൊടിഞ്ഞൊന്നും പോയിട്ടില്ല. എന്നാലും കുറച്ചുകൂടി വെള്ളം കുറവാണെങ്കിൽ വളരെ നന്നായിരിക്കും എന്നാണ് എൻ്റെ ഒരു സജഷൻ. അപ്പം നിങ്ങളിത് ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഈസിയാണ്. നമ്മൾ ഈ കട്ട്ലേറ്റ് എന്നൊക്കെ പറയുമ്പോൾ ഞാനൊക്കെ വിചാരിച്ചിരുന്നത് ഇത് ഭയങ്കര സംഭവമാണ്, ഭയങ്കര പാടാണെന്നായിരുന്നു. അപ്പം കുഴപ്പമില്ല, അത്ര പ്രയാസമുള്ളൊരു കാര്യമല്ല. അപ്പോൾ ഇത് ഏകദേശം റെഡി ആകുന്നുണ്ട്. നമുക്കിത് റെഡി ആകുന്നത് എണ്ണ ഞാൻ പറഞ്ഞില്ലേ ബട്ടർ ആയതുകൊണ്ട് നന്നായിട്ട് എടുക്കുന്നുണ്ട്. അത് നമ്മളൊരു ടിഷ്യൂ പേപ്പർ വെച്ച് പ്ലേറ്റിലേക്ക് എടുക്കുവാണെങ്കിൽ ആ എണ്ണയൊക്കെ ഒന്ന്
ജസ്റ്റ് ടിഷ്യൂ പേപ്പറിലേക്ക് പിടിച്ചങ്ങ് പൊക്കോളും. സൈഡിൽ കുറച്ച് എണ്ണ തെറിച്ചായിരുന്നു, അതാ ഇപ്പോൾ തുടച്ച് കളഞ്ഞത് കേട്ടോ. നിങ്ങൾ കാണുമ്പോൾ കുറച്ചെങ്കിലും വൃത്തി വേണ്ടേ സ്റ്റൗവിനൊക്കെ? മോശമല്ലേ ഏത്? അപ്പം നമുക്കിത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. കണ്ടിട്ട് തന്നെ ചൂടോട് കഴിക്കാൻ തോന്നുന്നുണ്ട്. പക്ഷെ വെയിറ്റ് ചെയ്യാം. കണ്ടോ, ആദ്യത്തെ രണ്ടെണ്ണത്തിന് കുറച്ച് കരിവ് കൂടിപ്പോയി. എന്നാലും സാരമില്ല. കട്ട്ലേറ്റ് പൊതുവേ ഈ ഒരു കളറൊക്കെയാണ് നമുക്ക് കിട്ടാറുള്ളത്, അതുകൊണ്ട് സാരമില്ല. നല്ല രസമല്ലേ കാണാൻ? അപ്പോൾ ഇതോടെ നമുക്ക് എടുക്കാം. എന്നിട്ട് ബാക്കിയുള്ളതോട് ഫ്രൈ ചെയ്ത് നമുക്ക് പ്ലേറ്റിലാക്കിയിട്ട് നിങ്ങളെ കാണിക്കാം. അപ്പോൾ നമ്മുടെ ഇക്വാബെ ട്യൂണ കട്ട്ലറ്റ് റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ് ദി വീഡിയോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. ബൈ. സീ യു. ലവ് യു ഓൾ.